മൊത്തം തോട്ടങ്ങളാണ് കേട്ടോ. കൂടുതൽ കവുങ്ങ് എല്ലാം ഉണ്ട്, മാവ് മാങ്ങാക്കുരു തോട്ടങ്ങളും എല്ലാം ഉണ്ട്. തമിഴ്നാട്ടിലോട്ടൊക്കെ നല്ല വെയിൽ കേട്ടോ. ഇതുവരെ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് ആയിട്ടില്ല. ഇത് കേരളത്തിൻ്റെ ആണ്, എനിക്കറിയത്തില്ല. നമ്മൾ ആദ്യം കണ്ടത് കേരളത്തിൻ്റെ. കേരളം കഴിഞ്ഞ് ഇത് തമിഴ്നാടായിരിക്കും മലയാളമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. കേരളത്തിന് വളവുകളാണ് കേട്ടോ. ഭയങ്കര സ്ഥലമാണ്, വീതിയില്ല റോഡ്. തമിഴ്നാട്ടിലൊക്കെ വെയിൽ, ഭയങ്കരമായ വെയിൽ. നോക്കാം, ഒരു 7 കിലോമീറ്റർ ദൂരെയൊക്കെ നല്ല വെയിലായിട്ടാണ് കാണുന്നത്. നമുക്ക് മലയാളം കാണാം. ഇങ്ങനെ നമ്മൾ മേക്കരയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തമിഴ്നാടിൻ്റെ ഒരു ബസ് വരുന്നുണ്ട്, മിനി ബസ്. വല്ലാത്ത ഏർക്കും വളവാണത്. നമ്മുടെ ആ ഫോട്ടോക്കെ അഴിച്ച് മാറ്റി വെക്കണം. മഴയൊന്നും കാണത്തില്ല, നല്ല ചൂടായിരിക്കും. നമ്മൾ തമിഴ്നാടിൻ്റെ ബോർഡൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൻ്റെ ചെക്ക് പോസ്റ്റ് ആയിരുന്നു. മേക്കര ഡാമിൽ നമുക്ക് പോകാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. അവിടെ എല്ലാം ഗ്രില്ലൊക്കെ അടിച്ചു. മുമ്പ് നമുക്ക് ആ ഡാമിൻ്റെ ഷട്ടറൊക്കെ തുറന്നിരിക്കുന്ന അവിടെ നമ്മൾ വെള്ളച്ചാട്ടം, അതിൽ വെള്ളമൊക്കെ വീഴുന്നതൊക്കെ കാണാൻ പറ്റും. ഈ ഷട്ടർ തുറന്ന് വെള്ളമൊക്കെ വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കാണാം, പക്ഷേ നമുക്ക് ഇങ്ങനെ നെറ്റുകൾ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു കാഴ്ചയ്ക്ക് എത്ര ഇത് പോരാ. ഇവിടേക്കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ, അടിപൊളിയൊരു റൂട്ടാണ് ഇതിലേക്കൊക്കെ കയറി. ഈ വഴി കയറിക്കുക. ഇതിലേക്കൂടെ ബക്കറ്റ് ഇവിടുത്തെ ഹമ്പാണ് കാണാൻ പറ്റാത്തത്. തമിഴ്നാട്ടിൽ കണ്ടോ, കോൺക്രീറ്റ് നല്ല ഇത്. കോൺക്രീറ്റിൻ്റെ മുകളിൽ മറ്റേ പിന്നെ മറ്റേ ഗ്രൗട്ടൊക്കെ തേച്ചിട്ട് പിന്നെ ടൈലിട്ട് കണക്ക് കിടക്കുകയാണ് കേട്ടോ. ജെന്നിപ്പോവും. കുറേ സ്ഥലത്തുണ്ട് അങ്ങനെ. ഇവിടെയൊക്കെ ടാർ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതൊക്കെ മെറ്റിലായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്നത് മേക്കരയാണ്. മേക്കര ഡാമിൻ്റെ ആ റിസർവറിൻ്റെ മുകളിലൊക്കെ ഒന്ന് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് പോവാം. ഇവിടെ വാട്ടർ ക്രോസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് തമിഴ്നാട് വഴിയാണ് കേട്ടോ. ഇവിടെയൊക്കെ വെയിലായി. ഇതാണ്ട കേരളത്തിൽ നമ്മുടെ ഇറങ്ങിയതേ ഉള്ളൂ. ഇവിടെയൊക്കെ മഴയാണ്, മഴ പെയ്യും കേട്ടോ. കേരളത്തിൻ്റെ പഴയ കേരളമാണ് ഇതൊക്കെ.
അതുമല്ല നമ്മുടെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് 1 കിലോമീറ്റർ പോലും നമ്മൾ വന്നില്ല. ഒരു 1.5 കിലോമീറ്റർ വന്നാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ തോട്ടങ്ങളും ഫോറസ്റ്റിൻ്റെ ഈ പശ്ചിമാട്ടത്തിൻ്റെ താഴ്വാരമാണ് കേട്ടോ. ഈ ഹമ്പാണ് നമുക്കിവിടെ താങ്ങാൻ പറ്റാത്തത്. നല്ലൊരു മഴ പെയ്തപ്പോഴത്തേക്ക് ഞാൻ ഈ കോട്ടൊക്കെ എടുത്തിട്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോഴും മഴ തോരുന്നില്ല, നല്ല മഴയാണ്. അപ്പോഴത്തേക്ക് ഞാൻ ഈ കോട്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ട്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് മേക്കര ഡാമിലോട്ടാണ്. മേക്കര ഡാം തുറന്ന് അതിനകത്ത് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നല്ല കാറ്റ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മൈക്കൊന്നും എടുത്തില്ല കേട്ടോ. മഴയുണ്ട്, മൈക്കൊക്കെ വെള്ളം കയറും. അതുകൊണ്ട് മൈക്കൊന്നും എടുത്ത് വെച്ചില്ല. മഞ്ഞ് തോണ്ട കണ്ടോ, ഭയങ്കരമായ കോടയൊക്കെ ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. പശ്ചിമഘട്ടം. അവിടെ ഒരു വാട്ടർ ക്രോസിംഗ് ആണ്, വണ്ടിയൊക്കെ ഇട്ട് കഴിയുന്ന അവിടെയാണ് കേട്ടോ. ഇവിടെ മൊത്തം കപ്പയാണ്. കപ്പത്തോട്ടം. പണ്ട് നമ്മളെ കേരളത്തിലായിരുന്നു കപ്പ കൂടുതലും. അപ്പോൾ ഇവിടെയും കപ്പയായി. ഇത് കണ്ടോ, ഫുള്ള് കപ്പ കൃഷിയാണ്. ഹായ് സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ തമിഴ്നാട്ടിൽ കയറിയപ്പോൾ കണ്ടല്ലോ, ആടി മാസമാണ് ഇവിടെ കേട്ടോ. ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഇതിനകത്തോട്ട് പോകുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിലോട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളച്ചാട്ടം ഒരു അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ആ അമ്പലത്തിൻ്റെ ഒരു വീഡിയോ മുമ്പ് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം വരണമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് പോയി നോക്കാം. വെള്ളച്ചാട്ടമാണെങ്കിൽ അത് കാണാം, അമ്പലമാണെങ്കിൽ അതും കാണാം. നോക്കാം എന്തായാലും പോയി. അപ്പം നല്ല കാറ്റ് കേട്ടോ. നല്ല കാറ്റെന്ന് വെച്ചാൽ അടിപൊളി കാറ്റ്. ആണെന്ന് തോന്നുന്നു പോകുന്ന വഴി. അപ്പോൾ ക്ഷേത്രമാണോ വെള്ളച്ചാട്ടമാണോ അറിയാൻ പറ്റും. എന്തായാലും രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് എന്തായാലും. അപ്പോൾ നമ്മൾ ഈ റോഡ് മുകളിലോട്ട് പോകണം കേട്ടോ. ഒരു പ്രൈവറ്റ് പിന്നെ വാട്ടർഫാൾസാണ് കേട്ടോ. 200 രൂപയാണ് ഒരു പേയ്മെൻറ്റ്. 200 രൂപ കൊടുത്താലേ നമുക്കവിടെ കുളിക്കാൻ പറ്റുള്ളൂ. മാസമല്ലേ ഇവിടെ നിർത്തിയാ അങ്ങോട്ട് പോകുന്നു. അതൊരു പ്രൈവറ്റ് വെള്ളച്ചാട്ടമാണ് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങോട്ട് 200 രൂപയാണ് അതിനകത്ത് കയറുന്നതിന്. പക്ഷേ അവിടെ ഭയങ്കര തിരക്ക്. നിങ്ങൾ കണ്ടല്ലോ വണ്ടിയുടെ ഒക്കെ ബഹളം നോക്കാം. ബഹളം ഭയങ്കര തിരക്ക്. നാക്കം തിരിയുന്നില്ല കേട്ടോ. ഭയങ്കരമായ കാറ്റ്. ആടിമാസമാണ്, ആടിമാസം. തമിഴ്നാട്ടിലെ ആടിമാസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൽ പോകാമെന്നും പറഞ്ഞാൽ വന്നത് പക്ഷേ അവിടെ കയറാൻ പറ്റത്തില്ല കേട്ടോ. ഭയങ്കരമായ ബ്ലോക്ക്. കാല് വന്ന് വണ്ടി വന്നപ്പോഴത്തേക്ക് തടിച്ചിട്ടാണ്. അടിപൊളി സ്ഥലം കേട്ടോ. അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് മേക്കരയിലോട്ട് പോവാം. അത് ഒരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ ഭാഗത്ത് ഇവിടെ ആണ് കേട്ടോ. മേക്കര ഡാമിൻ്റെ ഭാഗത്താണ്.
കപ്പ കൃഷിയാണ് കേട്ടോ. ഫുള്ളും കപ്പ കൃഷി. ചെറുതാണ്. ഇതാണെന്ന് തോന്നുന്നു അമ്പലം. ഞാൻ പറഞ്ഞു. ഒരുപാട് പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. ഇതുവരെ കേട്ടോ. ഇത് പൊളി സ്ഥലം. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. നമ്മിൽ ക്യാമറയിൽ കാണുന്നുണ്ടെങ്കിൽ ഡേഞ്ചറാണ്. ഒരു പണി കിട്ടും കേട്ടോ. യാത്രയ്ക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ആംബുലൻസും താഴോട്ട് ഇറങ്ങിയിരിക്കുന്ന സ്ഥലമാണ്. ലെവല് സ്ഥലം. പക്ഷേ വണ്ടി ബ്രേക്ക് പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. തെന്നിപ്പോവും. നോക്കി വേണം വരാൻ. ഇതൊക്കെ തോട്ടങ്ങളാണ് കേട്ടോ. അകത്തോട്ടൊക്കെ തോട്ടങ്ങളാണ്. ഫുള്ളും മാങ്ങാത്തോട്ടങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ക്ഷേത്രം. ഇതാണ് കേട്ടോ. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഇവിടെയൊക്കെ വന്നപ്പോൾ നല്ല വെയിലുണ്ട്. നമ്മളവിടെ നല്ല മഴയായിരുന്നു. ഇപ്പം നല്ല വെയിലായി. ഈ ക്ഷേത്രം 5 മണി വരാണ്ടേ ഉള്ളൂ. ഇതാണ് ക്ഷേത്രം. നമ്മളിപ്പോൾ പോകുന്നതാണ് ഭഗവതിപുരം കേട്ടോ. ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ. നെൽപ്പാടങ്ങളൊക്കെ കണ്ടോ. അടിപൊളിയാണ്. നല്ല പച്ചപ്പാട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഭഗവതിപുരം. നമ്മൾ മുമ്പ് പണ്ട് ട്രെയിനിലൊക്കെ വരുമ്പോൾ ഒരു അടിപൊളി റെയിൽവേ സ്റ്റേഷനായിരുന്നു കേട്ടോ. ഇത് നെല്ലിക്ക മരങ്ങളാണ്. നെല്ലിക്ക മരങ്ങൾ. സൈഡിലൊക്കെ നെല്ലിക്ക മരമുണ്ട്. അതുകൊണ്ട് അതിക്കുന്ന നെല്ലിക്ക മരം. ഇവിടെ ഫുള്ള് അമ്പാണ്. ഓടുന്നത് ഫുള്ള് അതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോകാം കേട്ടോ. നമ്മൾ ട്രെയിനിലൊക്കെ ഇരുന്ന് കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. കുറേ റെയിൽപ്പാളത്തിൻ്റെ കുറ്റിയൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ അടുത്ത് ഒരു ഭയങ്കര വെള്ളച്ചാട്ടമുണ്ട്. ഫോറസ്റ്റിൽ നിന്ന് ഒഴുകിയിരുന്ന വെള്ളച്ചാട്ടമാണ്. നമ്മുടെ പച്ചമാട്ടമൊക്കെ നോക്കാൻ നല്ല മഞ്ഞൊക്കെ ഇറങ്ങി കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ ഒരുപാട് വീടുകളായി. ഈ വയലിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് വീടുകളായി. മുമ്പ് ഇത്രയും വീടുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ ആ ഒരു ഭംഗിക്കൊരു മറവ് കണക്കും. നോക്കെ കാറ്റത്ത് നോക്കെ നെൽക്കതിരുകളൊക്കെ കതിരുകളായില്ല. നെല്ലൊക്കെ ഇങ്ങനെ അങ്ങ് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടിപൊളി റൂട്ട് കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഇത് വേറെ റൂട്ടാണ്. ഇത് ഭഗവതിപുരത്ത് നിന്ന് നമ്മൾ
ചെങ്കോട്ടയിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. കറക്റ്റ് എനിക്ക് അറിയത്തില്ല ഇത് ഏത് റൂട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. കാറ്റടിച്ച ആ നെല്ലിൻ്റെ ഇതൊക്കെ നമുക്ക്, നെല്ലൊന്നും ആയിട്ടില്ല, ചെറുതായിട്ടൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അടിപൊളി ഒരു സ്ഥലം. രണ്ട് സൈഡിലും തെങ്ങും തോപ്പും നെൽകൃഷിയും കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ പണി കിട്ടി. നമ്മളെ വണ്ടിയെല്ലാം അവിടെ മറിഞ്ഞു വീണ് അതിൻ്റെ ഇതെല്ലാം പൊട്ടിപ്പോയി കേട്ടോ. ഒരു പാറയ്ക്കകത്ത് ചെന്ന് വീണായത്. അതോടെ മൊത്തം മൂടപ്പായി, മെമ്മറി കാർഡെല്ലാം ഫുള്ളായി. അപ്പോൾ അങ്ങനെ പണി കിട്ടിയത് കണ്ടോ. ലൈറ്റെല്ലാം പൊട്ടി, ഈ സൈഡെല്ലാം ഉരഞ്ഞു വരി, അങ്ങനെ പണി കിട്ടി. നമ്മുടെ പശ്ചിമഘട്ടമൊക്കെ കണ്ടോ, നല്ല മഞ്ഞെല്ലാം മൂടി അങ്ങനെ കിടക്കുകയാണ്. ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇനി നല്ല മഴയായിരിക്കും. കേരളത്തിലോട്ട് കയറും. ഇനിയിപ്പോൾ ഒരു 3-4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കേരളമാവും. അപ്പോൾ നമ്മൾ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. ആടി മാസമാണ് തമിഴ്നാട്ടിൽ, നല്ല കാറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അമ്പലത്തിലും അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. പൊളിയാണല്ലോ നോക്കെ. എന്നാ പച്ചപ്പൊന്നും ഇപ്പോൾ കണ്ടോ, ഒരു മലയുടെ ഇടയ്ക്കുള്ള ഒരു വഴി, അതിലേക്കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പം തമിഴ്നാട്ടിൽ ആടി മാസമാണ് കേട്ടോ. നല്ല കാറ്റാണ്. നമുക്ക് സംസാരിക്കുന്നതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. നല്ല കാറ്റാണ്. ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വന്നു. ഇന്ന് മൊത്തം കഷ്ടകാലമാണ്. ഇന്ന് മൊത്തം പണിയായിരുന്നു കേട്ടോ. വണ്ടി ഒരിടത്ത് സ്റ്റാൻഡിട്ട് വെച്ചതാണ് കേട്ടോ. മറിഞ്ഞൊരു മലയുടെ പാറയുടെ ഇടയ്ക്കോട്ട് വീണു. അങ്ങനെ അതിൻ്റെ ലൈറ്റൊക്കെ പൊട്ടിപ്പോയി. ഫ്രണ്ട് ലൈറ്റൊക്കെ കണ്ട് പൊട്ടി. ഈ ഇതൊക്കെ ചെറിയ ഉരച്ചിലൊക്കെ ആയി. അങ്ങനെ മൊത്തത്തിൽ പണിയായിരുന്നു. ഇതെങ്ങോട്ട് പോകുന്ന റോഡൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. നല്ല ഭംഗിയുള്ള സ്ഥലം. രണ്ട് സൈഡും നെൽപ്പാടങ്ങളും നടുക്കൂടെ ചെറിയ റോഡും. ഓക്കെ, എന്താ ഭംഗി നമുക്ക് പാലക്കാടൊക്കെ പോയി കാണാം. നമുക്കുള്ള സുന്ദരമായ കാഴ്ച. നമുക്ക് അവിടെയൊക്കെ നെൽപ്പാടങ്ങളാണ്. അടിപൊളി കാഴ്ചയില്ലേ, അടിപൊളി. ഒരു മയിലിരിക്കും നോക്കാം. ഇവിടെ എല്ലാം ഫുള്ളും മയിലാണ് കേട്ടോ. എങ്ങോട്ട് പോകുന്ന വഴിയൊന്നും നോക്കത്തില്ല. എന്തായാലും നോക്കാം നമുക്ക്. കാണൊരു മയിൽ. ഇതെല്ലാം പെൺമയിലാണ് കേട്ടോ. മണി 6 മണിയാവാൻ പോകണം കേട്ടോ. അതാണ് ഇരുട്ടി അടച്ച് കിടക്കുക. നല്ല ഭംഗിയുള്ള സ്ഥലം. ഇവിടെ എല്ലാം മാന്തോപ്പാണ്. ഫുള്ളും മാന്തോപ്പാണ്. മാന്തോപ്പ്, നെൽകൃഷി എല്ലാം ഉണ്ട്. ഈ റോഡെല്ലാം ഇങ്ങനെ വര വീണ് കിടക്കുന്നത്. ഇതിൻ്റെ ഉഴുതു മറിക്കുന്ന വണ്ടി ഉണ്ടല്ലോ, അതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഉള്ള പാടാണ് കേട്ടോ. എങ്ങോട്ട് പോകണ വഴി അറിയാൻ വയ്യ. ഫുള്ളും മയിലിൻ്റെ കരച്ചിലൊക്കെയാണ്. പശ്ചിമാട്ടത്തിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്ത് പോകുമെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, ഞാനിതിൽ പോയിട്ടില്ല. അവിടെ ഒരു ക്ഷേത്രം കാണുന്നു കേട്ടോ. അമ്പലം, അമ്പലത്തിൻ്റെ ബാഗുമൊക്കെ പൊളി നോക്കും. ഇതൊരു ഗ്രാമമാണ് കേട്ടോ. കുറേ വീടുകളൊക്കെ ഉണ്ട്. തമിഴ്നാടിൻ്റെ മനോഹരമായ കാഴ്ച. സൂപ്പറാണ് ഇത്. നമ്മളെ കേരളത്തിൽ മഴ കിട്ടുമ്പോൾ ഇവർക്കും അത്യാവശ്യം മഴയൊക്കെ കിട്ടും. ഇതൊക്കെ പണ്ട് കേരളമായിരുന്നല്ലോ. ഒരുപാട് ക്ഷേത്രമാണ് കേട്ടോ. അവിടെ വരെ ഉള്ളു വഴി. മാന്തോപ്പുകളാണ്. അതാണ്ട് എല്ലാത്തിനകത്തും മാങ്ങ സീസണല്ല കേട്ടോ. മാങ്ങയൊന്നുമില്ല.
കോഴിക്കൊരു ക്ഷാമമില്ല. നമ്മളവിടെ എല്ലാം മറ്റേ വെള്ളക്കോഴിയില്ലേ, ഇറച്ചിക്കോഴി. ഇവിടെ അതല്ല കേട്ടോ. ഇവിടെ എല്ലാം വളർത്തുന്ന വലിയ വലിയ പോര് കോഴിയുണ്ടല്ലോ, അത് കണക്കുള്ള കോഴികളായി ഇവിടെ എല്ലാം വളർത്തുന്നത്. എല്ലാ വീട്ടിലും ഒരു 10-50 കോഴികളുണ്ടെന്ന്. നമ്മുടെ പശ്ചിമാട്ടമൊക്കെ നല്ല മഞ്ഞ് കയറി കോടം കൂടി അങ്ങനെ കിടക്കുകയാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അറിയാം എന്തോ മഴയൊക്കെ ഉണ്ടോന്ന്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ വലിയ കുഴപ്പമില്ല, തമിഴ്നാട്ടിലൊക്കെ വലിയ കുഴപ്പമില്ല. അങ്ങോട്ട് പോകുമ്പോഴാണ് എന്തോ അറിയുന്നത് നല്ല മഴയാണ്. അതായത് കോട്ട 2 ഉണ്ട്, കോട്ട എടുത്തിട്ട് നമുക്ക് പോവാം. ഇതൊരു പ്രത്യേകതരം നാടുകൾ കണക്ക് മൊത്തം തോട്ടമല്ല, നെൽപ്പാടങ്ങളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അതാണ്ട് പഴയ വൈബ് സ്ഥലമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കണം, ഇപ്പോഴത്തെ ഭംഗി കാണണം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇത്രയും ഭംഗി കിട്ടത്തില്ല. ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ നല്ല മലനിരകളും എല്ലാം കിട്ടും. അടിപൊളി. അവിടെയാണ് നമ്മുടെ പശ്ചിമഘട്ടം. നമ്മുടെ പശ്ചിമഘട്ടമൊക്കെ അങ്ങ് ദൂരെ നമ്മളിപ്പോൾ കൊല്ലത്തോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ചെക്ക് ഡാമുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ചെറിയൊരു ചെക്ക് ഡാം. ഇത് മൊത്തം വെള്ളമാണല്ലോ. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. എല്ലാവരും വന്ന് കുളിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ വൈകിട്ട് രാത്രി സന്ധ്യയായി, ഇപ്പോൾ 6 മണിയൊക്കെ ആയി. ഇതൊന്നും ആരും കാണത്തില്ല. പോയി നോക്കാം. ഇതൊരു ചെക്ക് ഡാമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഭഗവതിപുരം കഴിഞ്ഞ് വരുമ്പോൾ എസ് വളവിനടുത്തുള്ളതാണ് കേട്ടോ. മുമ്പ് ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ഇത് അടിപൊളിയൊരു സ്ഥലമാണിത്. ഇവിടെ എല്ലാം തോട്ടങ്ങളാണ് കേട്ടോ, മാങ്ങാത്തോട്ടങ്ങളാണ് കേട്ടോ. ഇതെല്ലാം കേരളത്തിൻ്റെ ഒരു പഴയ ഒരു കേരളമാണ് ഇതെല്ലാം. മുമ്പ് കേരളത്തിൻ്റെ ഒരു ഭാഗമായിരുന്നത്. അതിൻ്റെ ഒരു കാലാവസ്ഥയൊക്കെയാണ് ഇവിടെ. ആ കാണുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പശ്ചിമഘട്ട മലനിരകൾ. അത്ര അടുത്താണ് ഈ സ്ഥലം. ഇത് തമിഴ്നാടാണ്. ആ മല അപ്പുറച്ചിരി അങ്ങോട്ട് കേരളമാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ചെക്ക് ഡാം. അതാണ് കേട്ടോ, ചെറിയൊരു ഡാമാണ്. കൃഷി ആവശ്യത്തിനൊക്കെ വേണ്ടിയുള്ള വെള്ളം ശേഖരിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ആ താഴെ കണ്ടതാണ് അതിൻ്റെ ഷട്ടറൊക്കെയാണ്. അവിടെ നിന്ന് അങ്ങനെ വെള്ളം പല കൃഷി സ്ഥലത്തോട്ടും ഒഴുകി പോകുന്ന ഒരു സ്ഥലമാണ്. ഇത് അടിപൊളി സ്ഥലമാണ് കേട്ടോ. കിടുക്കാച്ച സ്ഥലമാണ്. നമ്മുടെ പശ്ചിമഘട്ട മലനിരകളൊക്കെ അതുകൊണ്ട് ഇവിടെ ഫുള്ളും ഈ തേക്കും തോട്ടങ്ങളാണ് ഫുള്ളും. അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലമാണ്.